എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോക്സോ കേസ് അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിയതെന്ന് അനൂപ് മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പൊ നിലവില് ബലാത്സംഗം അതുപോലെ തന്നെ കൊലപാതകം. ദേഹമാസകലം കൺഫ്യൂഷൻ ഉണ്ട്, കഴുത്തിലും അടിവരലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒച്ച വരാതിരിക്കാൻ, പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം മുട്ടിച്ച് രീതിയിൽ ചെയ്തിരുന്നു. കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അതിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഏകദേശം ആ ഒരു രീതിയിലാണ് അയാൾ രാത്രി 10:00 കയറി രാവിലെ കൺഫർമേഷൻ പ്രകാരം രാവിലെ 7 മണിക്കാണ് വീടിന്റെ ബാക്കിലെ സൈഡിലാണ് പോയിട്ടുള്ളത്. കൊണ്ടുനാക്കുള്ള ഒരു പ്രതി പട്ടികയിലോട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് മാത്രം തീരുമാനിക്കാം. 2 ക്രിമിനൽ കേസിലും ഒരു NDPSലും നിലവിൽ പ്രതിയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കി അന്വേഷണത്തിൽ കൂടുതലായിട്ട് പറയാം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, പ്രതി അനൂപ് പെൺകുട്ടിയോട് ചെയ്ത കൊടുംക്രൂരതയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഈ പ്രതി അനൂപ് ഈ പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടിയെ ഇങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ. ഒരു വർഷമായി ഈ പെൺകുട്ടിയും യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് യുവാവ് പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിക്ക് മറ്റ് ചില ആൺസുഹൃത്തുക്കളുമായി ഒക്കെ സൗഹൃദമുണ്ടായിരുന്നു. ഇത് ഈ യുവാവിന്, ഈ അനൂപിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് ശനിയാഴ്ച രാത്രി 9 മണിയോടുകൂടി അനൂപ് ഈ പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ നിരന്തരം മറ്റൊരു കോളിലാണെന്ന് പറയുന്നു. ഇത് പിന്നീട് ഫോൺ എടുക്കാത്തതോ തിരിച്ചു വിളിക്കാത്തതോ ആണ് അനൂപിന് ഇത്തരത്തിലൊരു പ്രകോപനമുണ്ടായത്. അനൂപ് ഒരു 10 മണിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. അതിനുശേഷം ആരാണ് ഫോണിൽ വിളിച്ചതെന്ന് ചോദിച്ചായിരുന്നു ഇവരുടെ തർക്കം തുടങ്ങുന്നത്. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അനൂപ് അവിടെ എത്തിയതെന്ന് അനൂപ് പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു കത്തിയും ചുറ്റികയും കരുതിയിരുന്നു. വീട്ടിലെത്തി പെൺകുട്ടിയുമായി വാക്കുതർക്കമുണ്ടാകുന്നു. അതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ഈ പെൺകുട്ടിയുടെ തലയിലും ശരീരത്തുമൊക്കെ മാരകമായി മുറിവേൽപ്പിക്കുന്നു. ശേഷം പെൺകുട്ടിയുടെ തല ഭിത്തിയിലേക്ക് ഇടിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ആ സമയത്ത് തന്നെ വീട്ടിലേക്ക് മറ്റൊരാൾ വന്നതുപോലെ അനൂപിന് തോന്നി. അത് ഈ പെൺകുട്ടി വിളിച്ചിട്ടാണ് വേറൊരു യുവാവ് അവിടേക്ക് എത്തിയതെന്ന സംശയം വീണ്ടും അനൂപിനുണ്ടാകുകയും അതിന്റെ പേരിൽ വീണ്ടും ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പെൺകുട്ടി താൻ മരിക്കാൻ പോവുകയാണെന്ന് അനൂപിനോട് പറഞ്ഞപ്പോൾ എങ്കിൽ നീ പോയി ചത്തോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ആക്രോശിച്ചതോടെ പെൺകുട്ടി വീണ്ടും കയ്യിൽ ഉണ്ടായിരുന്ന ഷോൾ ഉപയോഗിച്ച് ഫാനിൽ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആ സമയത്ത് പെൺകുട്ടി പിടയുന്നത് കണ്ട് വേഗം തന്നെ അനൂപ് ഒരു കത്തിയെടുത്ത് ഫാൻ ഈ ഷോൾ അഴിച്ചിട്ടതിന് ശേഷം കുട്ടി വലിയ രീതിയിൽ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. ആ ഒച്ച വെക്കുന്നത് ആരും കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിപ്പിടിച്ചു. ആ മുഖം പൊത്തിപ്പിടിച്ചതിലൂടെയാണ് പെൺകുട്ടി അബോധാവസ്ഥയിലാകുന്നത്. കുറച്ചു നേരം കൂടി അനൂപ് കാത്തിരുന്നു. ഈ പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പിച്ചു. അതിനുശേഷമാണ് അനൂപ് വീട്ടിന്റെ പുറകുവശത്തോടി ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ അനൂപ് കരുതിയിരുന്നത് ആ പെൺകുട്ടി മരിച്ചു എന്നായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം, അതായത് ഞായറാഴ്ച വൈകുന്നേരം ഒരു 4 മണിയോടുകൂടിയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധു ആ വീട്ടിലേക്ക് വരികയും കുട്ടി അവശനിലയിൽ ബോധരഹിതയായി കിടക്കുന്നത് കാണുകയും ചെയ്തത്. നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ച് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പെൺകുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം ഇത് പെൺകുട്ടിയുടെ അച്ഛൻ, അതായത് ദത്തുപുത്രിയാണ്. പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു. അമ്മയുമായിട്ട് ഈ യുവാവ് നിരന്തരം ആ വീട്ടിൽ വരുന്നതിനെയൊക്കെ വലിയ രീതിയിൽ വിലക്കിയിരുന്നു. അമ്മയെ ഈ യുവാവ് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ അമ്മ പറഞ്ഞത് തനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അനൂപിന്റെ വീട്ടുകാരെയും കൂട്ടി വരൂ, നമുക്ക് കല്യാണമായിട്ട് തന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അനൂപിന് അങ്ങനെ കല്യാണം കഴിക്കാൻ
താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ 3 വർഷത്തെ സമയം അനൂപ് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരരുതെന്ന് വിലക്കി. ഈ വിലക്കിനെ തുടർന്ന് ഈ യുവാവ് അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ പെൺകുട്ടിയും ഒക്കെ അമ്മയെ വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് ഭയന്നുകൊണ്ടാണ് ഈ അമ്മ ആ വീട്ടിൽ നിന്ന് പോയത്. അമ്മ മറ്റൊരിടത്തേക്ക് താമസം മാറിയത്. അതിനിടയിലാണ് ഇത്രയും വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും നവമി, അത് തന്നെയാണ് അതിൽ പല സംശയങ്ങളും ഉള്ളത്. ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ടല്ലോ. ഈ പ്രതി അനൂപിന്റെ എന്തെങ്കിലും ലഹരിക്കടിമയാണോ, ലഹരി കേസിൽ മുൻപ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണോ? കാരണം അതല്ലെങ്കിൽ ഒരു സുബോധമുള്ള ആളാണെങ്കിൽ ഈ രീതിയിൽ ഒരു കാമുകിയോട് ഇത്തരം ക്രൂരത ചെയ്യുമോ? ടോമി, ഈ യുവാവും അതോടൊപ്പം ഈ പെൺകുട്ടിയും ഇരുവരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ യുവാവ് ഈ പെൺകുട്ടിക്ക് ലഹരി എത്തിച്ചു നൽകാറുണ്ടായിരുന്നു. 3 കേസുകൾ ഈ യുവാവിന്റെ പേരിൽ നിലവിലുണ്ട്. തലയോലപ്പറമ്പ് സ്വദേശിയാണ് അനൂപ്. അവിടെ 2 ആക്രമണ കേസുകളും ഒപ്പം ഒരു ലഹരി കേസ്, അങ്ങനെ 3 കേസുകളാണ് അനൂപിന്റെ പേരിലുള്ളത്. അനൂപും അതിന്റെ പശ്ചാത്തലവും ഒക്കെ പോലീസ് വ്യക്തമാക്കുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒപ്പം അനൂപിന്റെ നാട്ടുകാർക്ക് പോലും, അതായത് അനൂപിന്റെ വീട്ടിലുള്ള സമീപ പ്രദേശത്തുള്ളവർക്ക് പോലും അനൂപിനെ ഇഷ്ടമായിരുന്നില്ല. എപ്പോഴും ആ നാട്ടിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു യുവാവ് കൂടിയായിരുന്നു അനൂപ്. അതുകൊണ്ട് തന്നെ ഈ അനൂപിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചതും നാട്ടുകാർ തന്നെയാണ്. ഈ സംഭവം നടന്ന, അതായത് ശനിയാഴ്ച ഈ കാര്യം പോലീസ് അറിയുന്നു. അനൂപിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അനൂപ് ഒളിവിലായിരുന്നു. പിറ്റേന്ന്, അതായത് തിങ്കളാഴ്ച രാവിലെ അനൂപ് വീട്ടിലെത്തി എന്ന വിവരം നാട്ടുകാരാണ് പോലീസിനെ വിളിച്ചറിയിക്കുകയും കൃത്യമായി പോലീസിന് അനൂപിനെ പിടികൂടാൻ കഴിഞ്ഞതും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിന്റെ പരിസരത്തും അനൂപ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വാഹനമൊക്കെ റോഡിന്റെ നടുക്കൊക്കെ പാർക്ക് ചെയ്തതിൽ ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുമ്പോഴും അനൂപ് അവരോട് ആക്രോശിക്കുകയും മർദ്ദിക്കാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പോലീസിന് അനൂപിനെതിരെ പരാതി നൽകുകയും ഇത് ഈ പെൺകുട്ടിയോട് അന്വേഷിക്കാൻ പോലീസ് എത്തുമ്പോൾ പെൺകുട്ടി ഉൾപ്പെടെ ഈ അനൂപിനെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലീസിനോട് മോശമായി പെരുമാറുന്ന തരത്തിലൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ അനൂപിനെ പറ്റി അനൂപിന്റെ നാട്ടിലും ഒപ്പം ഈ പെൺകുട്ടിയുടെ സമീപത്ത് താമസിക്കുന്നവരൊക്കെ വളരെ മോശം അഭിപ്രായമാണ് പറയുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഈ പെൺകുട്ടിക്കും അനൂപ് ലഹരി എത്തിച്ചു നൽകാറുണ്ട്, ആ പെൺകുട്ടിയും ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ടോം, ഈ പെൺകുട്ടിയെ, അതായത് അന്ന് ഈ ആക്രമണം നടക്കുന്ന ദിവസം തന്നെ ഈ അനൂപ് പെൺകുട്ടിയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് നിരസിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയെ മൃഗീയമായി, അടിവയറ്റിലൊക്കെ വലിയ മൃഗീയമായി ഒരു ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയുന്നതുമില്ല. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ, പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി അനൂപിന്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പെൺകുട്ടിയെ ഉപദ്രവിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴി.